Today I've got a very, very special message for you. ഇന്ന് നിങ്ങൾക്കായി എൻ്റെ പക്കൽ ഒരു പ്രത്യേക സന്ദേശമുണ്ട്. This is going to just change your life. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ For വിശ്വസിക്കുന്നു. next 30 minutes, I just want to sit and listen to this message. അടുത്ത 30 മിനിറ്റ് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You will never be the same again. നിങ്ങൾ മുൻപത്തെ പോലെ ആവുകയില്ല, നിങ്ങളുടെ ജീവിതം ആകെ മാറും. Turn with me to the book of Isaiah chapter 6. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ And തിരിക്കാം. verse 1 says like this. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: In the year that King Uzziah died, I saw the Lord sitting on a throne. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. Isaiah is seeing a vision here. ഇവിടെ നാം കാണുന്നത് യെശയ്യാ പ്രവാചകൻ കാണുന്ന ഒരു ദർശനമാണ്. Isaiah is a major prophet in the Bible. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. He was the voice of God. He was the oracle of God. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുന്നു. And now here we see Isaiah describing about a vision that he has got from God. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദർശനം യെശയ്യാ പ്രവാചകൻ ഇവിടെ നാമുമായി പങ്കുവെക്കുന്നു. Even before I get into my message, I want to encourage you to be a person of vision in your life. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു ദർശനമുള്ള വ്യക്തിയായി തീരുക. We need to have a vision for our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ദർശനം For ഉണ്ടായിരിക്കണം. our family. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, For our job, for our profession, for our business, no matter what, we need to be people who have a vision in our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് അത് ദർശനമുള്ള ഒരു വ്യക്തിയായി തീരുക. You know what does the Bible say in Psalms chapter 20 verse 4? സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയാം? That I will fulfill all the desires, or I will fulfill all the vision of your life. നിന്റെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളെയും ഞാൻ നിവർത്തിച്ചു തരും. It might look impossible today. ഒരു പക്ഷേ എനിക്ക് ഇത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, But our God is a God who will make every impossible possible. എന്നാൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. Here Isaiah is talking about a vision that he received from God. ഇവിടെ യെശയ്യാ പ്രവാചകൻ വിവരിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദർശനത്തെക്കുറിച്ചാണ്. Have you received a vision from God? നിങ്ങൾ ഒരു ദർശനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? My God is not a God of special people, but he's a God of every common man. നമ്മുടെ ദൈവം ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി, പ്രത്യേകം വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. If you are a praying person, നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, if you have a hunger for God, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ, if you will pray, God, I want to see you more, God will give you a vision in your life. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക, കർത്താവേ എനിക്ക് നിന്നെ അറിയുവാൻ കൂടുതൽ ആഗ്രഹമുണ്ട്, അപ്പോൾ അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. Isaiah is not the only person who has seen visions in the Bible. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ മാത്രമല്ല ഇത്തരത്തിലുള്ള ദർശനങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. But throughout the Old Testament and in the New Testament, many men of God, many women of God, they have received vision from God. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചവരായി നമുക്ക് കാണാൻ കഴിയും. Hebrew chapter 13 verse 8 says he is a God who is same yesterday, today and forevermore. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. So if we could give a vision to Isaiah, he is a faithful God to give us a vision also. അതെ, യെശയ്യാ പ്രവാചകന് ദർശനം നൽകിയ അതേ ദൈവം നമുക്കും ദർശനം നൽകുവാൻ വിശ്വസ്തനാണ്. And now what is Isaiah saying here? ഇവിടെ യെശയ്യാവ് എന്താണ് പറയുന്നത്? He is saying in the year that King Uzziah died. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. I wondered why the Isaiah prophet is saying that after the death of Uzziah I saw the vision. എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ പറയുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്നത്? Why he did not receive a vision before the death of Uzziah? ഉസിയ രാജാവ് മരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് ഇത്തരത്തിലൊരു ദർശനം കാണാതിരുന്നത്? I made a little study about it. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് So പഠിക്കുവാനിടയായി. I wanted to know a little bit more about King Uzziah. അതുകൊണ്ട് എനിക്ക് ഉസിയ രാജാവിനെ കുറിച്ച് അല്പം പഠിക്കേണ്ടി So വന്നു. let's come to 2 Chronicles chapter 26. 2 ദിനവൃത്താന്തം
അതിന്റെ 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. In verse 3 it says like this. അതിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Uzziah was 16 years old when he became king. ഉസിയ രാജാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സ് ആയിരുന്നു. He was only 16 years old when he became the king. അവന് 16 വയസ്സ് ഉള്ളപ്പോൾ അവന് രാജാവായി You തീർന്നു. know, 16 year is not a mature age to become a king of a kingdom like Judah. ഒരു രാജ്യത്തിന് രാജാവായി തീരുന്നതിന് പക്വതയുള്ള ഒരു പ്രായമായിരുന്നില്ല 16 വയസ്സ്. But God gave him great wisdom and understanding to reign over the people of Judah from the age of 16. എന്നാൽ 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഉസിയ രാജാവിന് തൻ്റെ രാജ്യത്തെ ജനത്തെ ഭരിക്കുവാനുള്ള ആ കാര്യപ്രാപ്തി യഹോവയാം ദൈവം അവന് നൽകി. And the Bible says he did not reign for 1 year, 2 year or 1 decade, but the Bible says that he reigned for 52 years in Jerusalem. 1-2 വർഷമല്ല ആ രാജ്യത്തെ ഭരിച്ചത്, ഏതാണ്ട് 52 വർഷം ഉസിയ രാജാവ് രാജ്യത്ത് ഭരണം നടത്തി. So at the age of 16 he became the king of Judah, and he reigned until the age of 68. 16-ാം വയസ്സിൽ ഭാരം ഏറ്റെടുത്ത ഉസിയ രാജാവ് ഏതാണ്ട് 68 വയസ്സ് വരെ ഭരണം നടത്തി. Not many kings of Judah and Israel reigned their kingdoms for these many years. നാം ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നീണ്ട വർഷക്കാലം ഭരിച്ച രാജാക്കന്മാരുടെ എണ്ണം വളരെ കുറവാണ്. But the Bible is saying that in the days of Uzziah, Isaiah did not receive a vision. എന്നാൽ ഉസിയ രാജാവിന്റെ ഭരണകാലത്ത് യെശയ്യാ പ്രവാചകൻ ഇത്തരത്തിലുള്ള ഒരു ദർശനം പ്രാപിച്ചിരുന്നില്ല. Let's look into the life of Uzziah for a while. നമുക്കതുകൊണ്ട് ഉസിയ രാജാവിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. Verse 4 says like this. അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ And he പറയുന്നു. did what was right in the sight of the Lord according to all that his father Amaziah had done. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. So this young boy, when he became the king, he led the nation in righteousness and in truth. ഉസിയ രാജാവ് താൻ ഭരണം ഏറ്റെടുത്തപ്പോൾ വളരെയധികം നീതിയോടെയും നിഷ്ഠയോടെയും കൂടെ രാജ്യത്തിന്റെ ഭരണം നടത്തി. Verse 5 says, he sought God in the days of Zechariah, who had understanding in the visions of God, and as long as he sought the Lord, God made him prosperous. 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. We see 3 important things here. ഇവിടെ നാം 3 പ്രധാന കാര്യങ്ങൾ കാണുന്നു. Number 1, he was a God-fearing man. ഒന്നാമതായി ഉസിയാവ് ഒരു ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. He walked an upright and righteous life. അവൻ നീതിയോടെ ജീവിതം നയിച്ചു. Number 2, he had a mentor in his life. അവന്റെ ജീവിതത്തില് അവനൊരു മെന്റർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Zechariah was his mentor. സക്കറിയാവായിരുന്നു അവന്റെ മെന്റർ. And he sought the Lord. അവൻ ദൈവത്തെ അന്വേഷിച്ചു. So as long as he walked a righteous life and he was being mentored, and as long as he sought God, the Bible says that God prospered him. അവൻ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോടൊപ്പം നടക്കുകയും അവൻ ഉപദേഷ്ടാവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ യഹോവയാം ദൈവം അവനെ അനുഗ്രഹിച്ചു അഭിവൃദ്ധിപ്പെടുത്തി എന്ന് വായിക്കുന്നു. What are we learning from the life of Uzziah here? ഉസിയാവിന്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? If we want to see success in our life, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വിജയിയായിത്തീരണമെങ്കിൽ, if we want to see breakthroughs in our life, നമ്മുടെ ജീവിതത്തിൽ നാം വിടുതൽ പ്രാപിക്കണമെങ്കിൽ, if we want to see impossibles becoming possible in our life, അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരണമെങ്കിൽ, we need to have an upright and righteous life. നമ്മുടെ ജീവിതത്തിൽ നാം നീതിയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. We need to fear God. ദൈവഭയം ആവശ്യമാണ്. We need to be people who would be mentored by spiritual fathers and mothers. അതെ, നമുക്ക് നല്ല ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Many times that is what we lack in our life. We don't want to have mentors in our life. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ഇതാണ്, നല്ല ഉപദേഷ്ടാക്കന്മാരെ നമുക്ക് നഷ്ടമാകുന്നു. You know, verse 5 clearly says like this, he sought God in the days of Zechariah. നമ്മൾ 5-ാം വാക്യത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു, അവൻ സക്കറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു എന്ന്. As long as his mentor was available, he walked in the mentoring of his mentor.
അവന്റെ മെന്ററായിരുന്ന ഉപദേഷ്ടാവായിരുന്ന സെക്കറിയാവ് ഉള്ള കാലത്തോളം അവൻ ദൈവത്തെ അന്വേഷിച്ചു. I want to ask you a question. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, Do you have a mentor in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപദേഷ്ടാവ്, ഒരു മെന്റർ നിങ്ങൾക്കുണ്ടോ? Do you have a spiritual father or a spiritual mother in your life? നിങ്ങൾക്കൊരു ആത്മീയ പിതാവ്, ആത്മീയ മാതാവ് നിങ്ങൾക്കുണ്ടോ? You might be the wisest person in the world. നിങ്ങൾ ഒരു പക്ഷേ ഈ ലോകത്തിൽ വളരെ ബുദ്ധിമാനായ വ്യക്തിയായിരിക്കാം. You might be highly educated. നിങ്ങൾ വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരിക്കാം. You might be the best person around in your community. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയായിരിക്കാം. But we need a mentor in our life. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു മെന്റർ ആവശ്യമാണ്. We need somebody to always check and correct us in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കുകയും നമ്മെ കറക്റ്റ് ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന ഒരു മെന്റർ നമുക്കുണ്ടായിരിക്കും. I have been in the ministry for almost 30 years now. കഴിഞ്ഞ 30 വർഷത്തോളമായി ഞാൻ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. But still, even today, I have mentors in my life. ഇന്ന് വരെയും എനിക്ക് ഉപദേഷ്ടാക്കന്മാർ ഉണ്ട്. PG uncle is one of my mentors. എന്റെ ഉപദേഷ്ടാക്കന്മാരിൽ ഒരാളാണ് PG uncle. So whenever I have problems, I rush to him or I call him and he advises me. എപ്പോഴൊക്കെ ഞാൻ പ്രശ്നത്തിൽ അകപ്പെടുന്നു അപ്പോഴൊക്കെയും ഞാൻ അദ്ദേഹത്തോട് ഉപദേശം ചോദിക്കാറുണ്ട്. And I have also given him the freedom and authority to correct me if he sees me wrong somewhere or if he thinks there is a correction needed in my life. എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് തിരുത്തൽ ആവശ്യമാണെങ്കിൽ എന്നെ ഉപദേശിക്കുവാനും എന്നെ തെറ്റ് തിരുത്തുവാനുമുള്ള അവകാശം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. Do you want to grow in your spiritual life? നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വളർച്ച ആവശ്യമാണെങ്കിൽ, Do you want to see God's blessing upon you? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ആവശ്യമാണെങ്കിൽ, You need to have a mentor in your life. നിങ്ങളുടെ ജീവിതത്തിലും ഒരു മെന്റർ ഉണ്ടായിരിക്കട്ടെ, ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കട്ടെ. And the third quality of Uzziah was that he was a man who always sought God in his life. മൂന്നാമതായി ഉസിയാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ യഹോവയെ അന്വേഷിക്കുന്ന വ്യക്തിയായി. Let us be the people who will seek God in all the days of our life. നാമും ദൈവത്തെ അന്വേഷിക്കുന്ന, എല്ലായ്പ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും. No matter how busy we are, നാം എത്ര തിരക്കുള്ളതാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. no matter how successful we are, നാം എത്രമാത്രം വിജയികളാണെന്നുള്ളതും പ്രശ്നമല്ല. no matter what situation we are in, but we need to be people who will always have a heart to seek God. ഏത് സാഹചര്യത്തിലൂടെയാണ് നാം പോകുന്നത് എന്നുള്ളതും വിഷയമല്ല, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. You know what does the gospel teach us? Seek ye first the kingdom of God and his righteousness. സുവിശേഷം നമ്മോട് ഇപ്രകാരം പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. We got to seek God and his righteousness in our life. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ നീതിയും സമാധാനവും ഉണ്ടാകും. So we see everything going good in the kingdom of Judah while Uzziah was reigning. നാം ഇവിടെ പരിശോധിക്കുമ്പോൾ ഉസിയ രാജാവിന്റെ ഭരണകാലത്ത് യഹൂദയിൽ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നു. Every war that he fought, he had a victory. അവൻ നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും അവൻ ജയാളിയായി. Because God was with him. കാരണം അവന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. If God is with you, every battle that you face in your life, you will have victory because God who has won all the battles is walking with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ യുദ്ധങ്ങളിലും നിങ്ങൾ ഒരു ജയാളിയായി മുന്നേറുവാൻ ഇടയാകും. You know, I love this verse 8 of chapter 26. 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. It says, also the Ammonites brought tribute to Uzziah. His fame spread as far as the entrance of Egypt, for he became exceedingly strong. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അമ്മോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു, അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. We see two things that is happening in the life of Uzziah. ഉസിയ രാജാവിന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. Number one, his fame spread everywhere. ഒന്നാമതായിട്ട് അവന്റെ പേര്, അവന്റെ ശ്രുതി ദേശമൊക്കെയും പരന്നു. The Bible says that he is a God who will not make you tail but he will make you head. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ വാലല്ല തലയാക്കുന്ന ദൈവമാകും. And here we see an evidence, a man who sought God, a man who walked in the way God wanted him to walk, God made him famous. ദൈവം ആഗ്രഹിച്ച വഴിയിൽ നടന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച ഒരു ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. And the promise of God for you today is that I am not going to make you tail but I am going to make you a head. ഇന്ന് നിങ്ങളോടുള്ള ദൈവിക സന്ദേശം, ദൈവിക ദൂത് ഇതാണ്, നിങ്ങളെ വാലല്ല തലയാക്കുന്ന ദൈവമാണ്
ദൈവമാണ് ഈ ദൈവം. You might be going through shame and rejection today. ഒരുപക്ഷെ നിങ്ങൾ മാനക്കേടിലൂടെ നിങ്ങൾ നിരാകരിക്കപ്പെട്ട ഒരു But വ്യക്തിയായിരിക്കാം. cheer up today, my brother and my sister. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. If you will walk an upright walk, നിങ്ങൾ ഒരു നീതിയോടെ നടക്കുന്നുവെങ്കിൽ, if you will walk a holy life, നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ, if you will walk a walk that will please God, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ, if you will be mentored by spiritual fathers and mothers, ആത്മീയ പിതാക്കന്മാരാൽ നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നെങ്കിൽ, if you will seek God in all the days of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളിലും നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ, my God will remove every shame and rejection that you go through, but He will make you a man of respect and a man of honor. നിങ്ങൾ നേരിടുന്ന സകലവിധമായ നിന്ദകളും പരിഹാസങ്ങളും എടുത്തു മാറ്റി നിങ്ങളെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. Because my Bible says in Psalms 34, those who have looked unto Him will not be ashamed of anything. 34 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Number 2, we see that Uzziah became exceedingly strong. രണ്ടാമതായി നാം കാണുന്നത് അവൻ ദൈവസന്നിധിയിൽ അവൻ ഏറ്റവും പ്രബലനായി തീർന്നു എന്നുള്ളതാണ്. When you will walk the way God wants you to walk, God will make you strong. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ശക്തരായി തീരും. I'm not talking about muscle power. ഞാൻ ഇവിടെ പറയുന്നത് ശാരീരിക ശേഷിയെ കുറിച്ചല്ല. But He will make your family relations strong. നിങ്ങളുടെ കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവം, He will make your financial position strong. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ശക്തീകരിക്കുന്ന He ദൈവം, will make your health stronger. നിങ്ങളുടെ ആരോഗ്യത്തെ അവിടുന്ന് നന്നാക്കും. He is a God who will bring strength into everything that you do. നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന അതിനായി നിങ്ങളെ സഹായിക്കുന്നവനായ ദൈവം. So this morning I want to encourage you to be somebody who will walk with God and receive the honor and the strength of God into your life, into your future, into your family. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുകയും അവൻ മാനിക്കുകയും ചെയ്യും എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. Here we see a young man who was 16-year-old, but over the years God blessed him only because he was faithful to God. ഇവിടെ നാം കാണുന്നത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉസിയാവിനെ ദൈവം അനുഗ്രഹിച്ചതാണ്. കാരണം അവൻ ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ടാണ്. But then I wonder why Isaiah did not see a vision in the days of Uzziah. അപ്പോൾ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഉസിയാവിന്റെ കാലത്ത് യെശയ്യാ പ്രവാചകൻ ഈ ദർശനം കാണാതിരുന്നത്? Everything was going good here. അന്ന് എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. Kingdom of Judah is having victory after victory. യഹൂദ്യ ഓരോ പ്രാവശ്യവും ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോകുന്നു. They are moving from strength to strength. അവര് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പോകുന്നു. They are moving in holiness. അവര് നന്മയില് മുന്നോട്ട് പോകുന്നു. Right now the kingdom of Judah is like the kingdom of God. ഇപ്പോൾ ഇതാ യഹൂദ്യ ദേശം ദൈവത്തിന്റെ രാജ്യം പോലെയായിരിക്കുന്നു. So this is the perfect time to see a vision from God. അതെ, ഇപ്പോൾ ഇത് ദൈവത്തിന്റെ ദർശനം കാണുവാൻ പറ്റിയ സമയമാണ്. But Isaiah is saying, in the year that Uzziah died, I saw a vision. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഞാൻ ദർശനം കണ്ടു. This disturbed me a bit. ഇത് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. Why he did not see a vision when everything was going good? എല്ലാം നന്നായി പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദർശനം കാണാൻ കഴിയാഞ്ഞത്? So I really wanted to know why he did not see a vision. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് അത്തരത്തിൽ ദർശനം കാണാതിരുന്നതെന്ന്. So I started making a little study. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുവാനിടയായി. When I came to verse 16, I understood a bit. 16-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. Then it says like this. അവിടെ ഇങ്ങനെ പറയുന്നു, But when he was strong, his heart was lifted up to destruction, for he transgressed against the Lord his God by entering the temple of the Lord to burn incense on the altar of incense. 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയുടെ കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. Did you hear that?
നിങ്ങളിത് ശ്രദ്ധിച്ചുവോ? You know what happened? എന്താണ് സംഭവിച്ചെന്നറിയാമോ? Everything was going good. എല്ലാം നന്നായി പോകുകയായിരുന്നു. Victory after victory. അതെ, ജയത്തിനുമേൽ ജയം പ്രാപിച്ചുകൊണ്ട് Happiness. വളരെയധികം സന്തോഷമുണ്ടായി, Prosperity. വളരെയധികം അഭിവൃദ്ധി The ഉണ്ടായിരുന്നു. kingdom was like in a perfect picture right now. അതെ, രാജ്യം ഒരു പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്ന സമയമായിരുന്നു. But when everything was good and when he was in the pinnacle of his life, when he was having the best of his days, there was a pride that came into his heart. അതെ, ജീവിതത്തിന്റെ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ ഹൃദയം നിഗളിക്കുവാനിടയായി. He started having pride in himself. അവന്റെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ അവൻ നിഗളിക്കുവാൻ തുടങ്ങി. The Bible says when he was strong, his heart was lifted up. അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. Listen to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ, When he was 16, he was not a man of pride. അവൻ 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവനൊരു നിഗളിയായിരുന്നില്ല. When he went for that first battle, he was not a man with a pride. അവൻ ആദ്യമായി യുദ്ധത്തിന് പോയി ജയിച്ചു വന്നപ്പോഴും അവനൊരു നിഗളിയായില്ല. As long as Zechariah was there, his heart was not full of pride. സക്കറിയായുടെ ജീവിതായുഷ്കാലം മുഴുവനും അവന് നിഗളമുണ്ടായിരുന്നില്ല. He was walking in the ways of God. അവൻ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടന്നു. But when the mentor was gone, എന്നാൽ അവന്റെ മെന്റർ അവൻ നഷ്ടമായപ്പോൾ, when he started having victory after victory, അവൻ വിജയത്തിന് മേൽ വിജയം പ്രാപിച്ചു മുന്നോട്ട് when he പോയപ്പോൾ, started going from fame to fame, അവനെ പ്രശസ്തി പ്രാപിച്ചു മുന്നേറിയപ്പോൾ, when he started having strength from strength, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു മുന്നോട്ട് പോയപ്പോൾ, when he became prosperous, അവൻ അഭിവൃദ്ധി പ്രാപിച്ചു he കഴിഞ്ഞപ്പോൾ, thought, I have done all this with my strength and with my ability and with my knowledge. അവൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഞാൻ എന്റെ ശക്തി കൊണ്ട് ഇത്രത്തോളം ജയം പ്രാപിച്ചുവെന്ന്. And the Bible says his heart was lifted up, his heart was full of pride. വേദപുസ്തകം പറയുന്നു അവന്റെ ഹൃദയം നിഗളിച്ചു പോയെന്ന്. Many times when we are in crisis, many times when we are in the lowest of our life, or many times when we are in the beginning, we trust God and we rely on God and we seek God. പല പ്രാവശ്യവും നാം കഷ്ടതയിലായിരിക്കുമ്പോൾ, നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാറുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കാണാറുണ്ട്. When there is a cancer in our body, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കാണുമ്പോൾ, when there is a heart disease, നമുക്ക് ഒരു ഹൃദയ സംബന്ധമായ രോഗമുണ്ടാകുമ്പോൾ, when we are starting a business or when our business is going down, നാം ആരംഭിച്ച ബിസിനസ് ലാഭത്തിലേക്ക് വരാതിരിക്കുമ്പോൾ, we seek God. നാം ദൈവത്തെ അന്വേഷിക്കാറുണ്ട്. We fear God and we pray to him much. നാം ദൈവഭയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നേറാറുണ്ട്. But when everything starts getting better and when everything goes good and according to how we want it, we forget God and pride enters in our life. എന്നാൽ എല്ലാം നന്നായി പോകുമ്പോൾ, നാം ആഗ്രഹിച്ചതുപോലെ എല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിഗളം കടന്നുകൂടാറ്. We should not be like Uzziah, but when we are in the best days of our life, നാം ഉസ്സയാവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയി തീരരുത്. when we have everything around us, നമുക്ക് ചുറ്റും എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ, let us not be people of pride, but let's be thankful to God for everything that we have. നാം നിഗളികളായി തീരാതെ എല്ലാത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുക. Let's be like King David in Psalms 103. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, Oh, bless the Lord, O my soul, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, and forget not his benefits. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Let us not forget the benefits of God that has come over the years, and let's be thankful to him. വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകളെ മറന്നു കളയാതെ ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരാം. David, when he is sitting as a mighty king of Israel, he's saying, bless the Lord, O my soul, and do not forget his benefits. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ എന്ന്. When we are in the best days of our life, let us not forget what God has done for us over the years. നമ്മുടെ ജീവിതത്തിന്റെ നല്ല അവസ്ഥയിൽ, നല്ല കാലത്ത് ആയിരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. Uzziah just started having pride in himself. ഉസ്സയാവിന്റെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് നിഗളം കടന്നു വന്നു. And the pride came in his heart so much that he started doing things that he was not supposed to do. അവന്റെ ഹൃദയത്തിലേക്ക് നിഗളം കടന്നു വന്നപ്പോൾ അവൻ ചെയ്യരുതാത്ത കാര്യം കൂടെ ചെയ്യുവാൻ തുടങ്ങി. The Bible says he transgressed against the Lord. അവൻ
അവൻ ദൈവത്തോട് പാപം ചെയ്തു. He went against the will of God. അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായുള്ളത് പ്രവർത്തിച്ചു. He broke the protocols. അവൻ ഇതാ ഈ നിയമങ്ങൾ ലംഘിക്കുവാനിടയായി. And the Bible says he entered the temple of the Lord to burn the incense. അവിടെ ധൂപം അർപ്പിക്കുവാനായിട്ട് അവൻ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. Uzziah, that is not your duty. ഉസ്സയാവേ, അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ല. That is the duty of the priest. അത് പുരോഹിതന്മാരുടെ ജോലിയാണ്. You are a king, you take care of the kingly things. നീ രാജാവാകുന്നു, നീ ഭരണ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. But what is Uzziah doing? എന്നാൽ ഇപ്പോൾ ഉസ്സയാവ് എന്താണ് ചെയ്യുന്നത്? I am a successful king. ഞാനൊരു വിജയിയായ ഭരണാധിപനാണ്. And everything that I do, I turn it into success. ഞാൻ ചെയ്തതൊക്കെയും ഇതാ ജയമായി തീർന്നിരിക്കും. So I can enter into the temple and I can burn the incense. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാനും ധൂപം അർപ്പിക്കുവാനും കഴിയും. Because my God has blessed me. കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. Now the pride has come inside the heart of Uzziah and he's saying, I can do everything. ഉസ്സയാവിന്റെ ഹൃദയത്തിലേക്ക് പകളം കടന്നു വന്നപ്പോൾ അവൻ പറയുന്നു, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. And what happened? പിന്നീട് എന്താണ് സംഭവിച്ചത്? The Bible says that the curse of God came upon Uzziah. ഇവിടെ നാം കാണുന്നത് ഉസ്സയാവിന്റെ ജീവിതത്തിലേക്ക് ശാപം കടന്നു വന്നു. Verse 20 and 21. അതിന്റെ 20-21 വാക്യങ്ങൾ. And Azariah the chief priest and all the priests looked at him. There on his forehead he was leprous, so they thrust him out of the place. Indeed, he also hurried to get out because the Lord had struck him. മഹാപുരോഹിതൻ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. Why did this leprosy come upon him? എന്തുകൊണ്ടാണ് അവന് കുഷ്ഠരോഗം ബാധിച്ചത്? For so many years, success after success. കഴിഞ്ഞ വർഷങ്ങളായി അവൻ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. For last so many years, strength from strength. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അവൻ ബലത്തിന്മേൽ ബലം പ്രാപിച്ചു മുന്നേറുകയായിരുന്നു. But the pride. എന്നാൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിഗളം. But because of his own pride. അവന്റേതായ നിഗളം. What happened? അത് മുഖാന്തരം എന്ത് സംഭവിച്ചു? The Lord struck him with leprosy. അവന് കുഷ്ഠം ബാധിക്കുകയുണ്ടായി. The pride brought curse into his life. ഈ നിഗളം അവന്റെ ജീവിതത്തിൽ ഒരു ശാപമായി തീർന്നു. My brother, my sister, എന്റെ സഹോദര, എന്റെ സഹോദരി, let me tell you today, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, pride will bring curse into our life. അഹങ്കാരം അല്ലെങ്കിൽ നിഗളം നിങ്ങളുടെ ജീവിതത്തിൽ ശാപത്തെ കൊണ്ടുവരും. You read throughout the Bible, you will see the people who became proud of themselves, they were cut from the presence of God. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, എപ്പോഴൊക്കെ ആരുടെയൊക്കെ ജീവിതത്തിൽ നിഗളം കടന്നു വന്നോ അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനിടയായി. Pride is a cause of destruction in our life. അതേ, നിഗളം നമ്മുടെ ജീവിതത്തിൽ നാശത്തെ കൊണ്ടുവരുന്നു. Let humbleness be our jewelry in our life. നമ്മുടെ ജീവിതത്തിൽ ഒരു വിനയം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. We need to be people who will be humble in the presence of God. ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ചവരായി നമുക്ക് ജീവിക്കാം. This man had ruled for 52 years. ഈ ഉസ്സിയാവ് 52 വർഷത്തോളം ഭരണം നടത്തി. And I believe as long as he was humble, God would have been with him and would have given him even further success. അവൻ ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരുന്നു എങ്കിൽ അവന് വീണ്ടും ഭരണം, അവന് വീണ്ടും കർത്താവ് ദൈവം. But one mistake. എന്നാൽ ഒരേ ഒരു തെറ്റ്. One mistake. ഒരേ ഒരു തെറ്റ്. My brother, my sister, one mistake. എന്റെ സഹോദരായ, എന്റെ സഹോദരി, ഒരു തെറ്റ്. His heart was lifted up in pride. അവന്റെ ഹൃദയം നിഗളം കൊണ്ട് നിറഞ്ഞു. And he did what he was not supposed to do. അവന് എന്തൊക്കെ അവന്റെ ഹൃദയത്തിൽ തോന്നിയോ ചെയ്യണമെന്ന് അതെല്ലാം ചെയ്തു. Many times pride causes us to do things that we are not supposed to do. പലപ്പോഴും നിഗളം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നാം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നു. And what happened to this successful man? ഈ വിജയിയായ ഈ മനുഷ്യന് എന്താണ് സംഭവിച്ചത്? Curse had struck him now. അത് ഇപ്പോൾ അവനെ ശാപം പിന്തുടർന്നിരിക്കുന്നു. Leprosy denotes curse. ഈ കുഷ്ഠരോഗം എന്നത് ശാപത്തെ കാണിക്കുന്നു. And the Bible says that he was thrown out of from the presence of God. വേദപുസ്തകം പറയുന്നു അവൻ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു. Verse 21 says like this. 21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. King Uzziah was a leper until the day of his death. അവൻ
മരണപര്യന്തം ജീവപര്യന്തം അവൻ കുഷ്ഠരോഗിയായിരുന്നു. Listen to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ What does pride bring into our life? നമ്മുടെ ജീവിതത്തിൽ നിഗളം എന്താണ് കൊണ്ടുവരുന്നത്? It will draw us away from the presence of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. We will live in curse till we die. നാം മരിക്കുന്നതുവരെയും ജീവപര്യന്തം നാം ഇതിന് അടിമയായി തീരുന്നു. And the Bible says that he dwelt in an isolated house all the days of his life. അവന്റെ ജീവിതായുഷ്കാലം മുഴുവനും അവനൊരു ഭ്രഷ്ടനായി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു. Here is a king who had a prosperous life. ഇവിടെ നാം കാണുന്നത് ഒരു അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജാവാണ്. A man who became a king at the age of 16. 16-ാമത്തെ വയസ്സിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധിപനായി തീർന്ന A man വ്യക്തിയാണ്. who had success after success. വിജയത്തിന് മേൽ വിജയം പ്രാപിച്ച് മുന്നേറിയ ഒരു A വ്യക്തിയാണ്. man who had strength and fame. അതെ, ബലവും ജ്ഞാനവും പ്രാപിച്ച് പ്രശസ്തി പ്രാപിച്ച ഒരു But വ്യക്തിയാണ്. one mistake. എന്നാൽ ഒരു തെറ്റ്, He allowed the pride to come inside his heart. അവന്റെ ഹൃദയത്തിലേക്ക് അവൻ നിഗളത്തിന് സ്ഥാനം The കൊടുത്തപ്പോൾ pride started operating in his life. അവന്റെ ജീവിതത്തെ നിഗളം നിയന്ത്രിക്കാൻ തുടങ്ങി. And what happened? എന്ത് സംഭവിച്ചു? He became a cursed person. അവനൊരു ശപിക്കപ്പെട്ട വ്യക്തിയായി തീർന്നു. Isolated into a place where nobody wanted to do anything with him. അവനുമായിട്ട് മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഒരു പ്രത്യേക ശാലയിൽ അവനൊരു കുഷ്ഠരോഗിയായി A താമസിച്ചു. man who should have lived in the palace now is living in a lonely and isolated place. ഒരു കൊട്ടാരത്തിൽ താമസിക്കേണ്ട വ്യക്തി ഇതാ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. He doesn't have anybody to commune with. അവന് സംസാരിക്കുവാനായി, അവന് ഇടപഴകുവാനായി മറ്റൊരാളും അവന്റെ അടുത്തുണ്ടായി. Nobody wants to sit with him. Nobody wants to talk with him. Nobody wants to dine with him. മറ്റാർക്കും അവനോട് സംസാരിക്കുവാനോ അവനോടൊപ്പം ആഹാരം കഴിക്കുവാനോ താല്പര്യമുണ്ടായിരുന്നില്ല. Why? Because he's a cursed person. കാരണം എന്താണ്? അവനൊരു ശപിക്കപ്പെട്ട വ്യക്തിയായി A തീർന്നു. pride will bring curse into our life and we will be isolated from the presence of God and from every blessing that we have. നിഗളം അവന്റെ ജീവിതത്തിലേക്ക് ശാപത്തെ കൊണ്ടുവരികയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ജീവിക്കേണ്ട അവസ്ഥയും വന്നു. What a powerful beginning this man had. ഉസിയാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു വലിയ വിജയത്തോടെയുള്ള ഒരു ആരംഭമായിരുന്നു. But when we come to the end, what a sad story. എന്നാൽ അതിന്റെ അന്ത്യത്തിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഒരു ദുഃഖപരിവസായിയായി ഇത് അവസാനിക്കുകയാണ്. What a sad story. എത്ര ദുഃഖകരമായ അനുഭവമാണ്. The last days of his life അവന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ was cursed part of his life. അവന്റെ ജീവിതത്തിൽ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. A life where he was isolated from everybody else. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു ജീവിതാവസ്ഥയിലേക്ക് മാറി. He lived in loneliness. അവന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുമ്പോൾ no fame, no name, no strength, but living in shame and rejection. അവിടെ ഇപ്പോൾ പേരില്ല, പ്രശസ്തിയില്ല, വിജയമില്ല, ബലമില്ല. ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മാനക്കേട് മാത്രമാണ് ഉള്ളത്. Hosea, I wish that you did not have pride operating in your life. അതെ, ഉസിയാവേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിഗളം വന്നുകൂടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Hosea, you should have just done what God had called you to do and not do what God has not called you to do. അതേ ഉസിയാവേ, ദൈവം നിന്നോട് പറഞ്ഞത് മാത്രം, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നീ ചെയ്താൽ മതിയായിരുന്നു. ദൈവം പറയാത്തത് ചെയ്യരുതായിരുന്നു. My brothers and sisters, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, if you don't get anything out of my message, but listen to one thing, let pride never enter our life. ഈ സന്ദേശത്തിൽ നിന്ന് മറ്റൊന്നും നിങ്ങൾ ഓർത്തു വെച്ചില്ലെങ്കിലും ഒരു കാര്യം ഓർത്തു വെക്കുക, നിഗളം നിങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കരുത്. Pride will destroy us. അതെ, നിഗളം നമ്മെ നാശത്തിലേക്ക് But let us be always humble in the presence of God. നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ ധരിച്ചവരായി ജീവിക്കണം. Let us say like David said in Psalms chapter 16, Lord, there is nothing good apart from you in my life. സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നത് പോലെ നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല എന്ന് നമുക്ക് പറയാം. Apostle Paul said in Ephesians chapter 3 that I am the least among all the people. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഇവരിൽ ഞാൻ ഏറ്റവും എളിയവനെന്ന് നമുക്ക് പറയാം. Let humbleness be our jewelry. ഈ താഴ്മ നമ്മുടെ ആഭരണമായി നമുക്ക് ധരിക്കാം. And when we will walk in humbleness, God will use us for a greater things. നാം താഴ്മയിൽ നടക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു. It is not important how we begin, but it is very important how we end our life. നാം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. Paul said, I have run my race well. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. We need to run our race
well. നാമും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം നന്നായി തീർക്കേണ്ടത് ആവശ്യമാണ്. It doesn't matter how we started, but it matters how we end it. എങ്ങനെ ഇത് ആരംഭിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ ഇത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. Uzziah started well, but he did not end well. ഉസിയ രാജാവ് നന്നായി തുടങ്ങി, പക്ഷേ അവസാനിപ്പിച്ചത് അപ്രകാരമല്ല. But I want to encourage you to finish your race well. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഓട്ടം അവസാനിപ്പിക്കുന്നത് ഏറ്റവും നല്ല Let രീതിയിലാണ്. pride not enter our life. നമ്മുടെ ജീവിതത്തിലേക്ക് നിഗളം കടന്നുകൂടാതെ ഇരിക്കട്ടെ. Let us not be people because of pride and because of some kind of sin. Let our life be a curse and an isolated life. നിഗളം കൊണ്ട് നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കായിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടയാകാതെ. In Isaiah chapter 6, why does Isaiah say that I saw the vision in the year of the death of Uzziah? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. Listen to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാലും God could not operate where there was pride. നിഗളം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. Because there was a sin of pride in the land of Judah during the time of Uzziah, God could not operate and give a vision to Isaiah. ഉസിയ രാജാവിന്റെ സമയത്ത് യഹൂദിയയിൽ പാപം നിറഞ്ഞിരുന്നത് കൊണ്ട്, നിഗളത്തിന്റെ പാപം നിറഞ്ഞിരുന്നത് കൊണ്ട് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. God cannot operate in your life if there is a sin or if there is pride in your life. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. Do you want God to operate in your life? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? Do you want to have a vision from God? ദൈവത്തിൽ നിങ്ങൾ ഒരു ദർശനം ആഗ്രഹിക്കുന്നു? Do you want to have blessings of God in your life? ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നു? Then let the pride that is working in our life be killed today, and let us be people who will reign over the pride that we have. നമ്മുടെ ജീവിതത്തിലുള്ള നിഗളത്തിൻ്റെതായ സാഹചര്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. Only after the pride was killed, or only after the pride died, God could show a vision to Isaiah. നിഗളം ജീവിതത്തിൽ നിന്ന്, ആ ദേശത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം മാത്രമാണ് യെശയ്യാ പ്രവാചകന് ദൈവത്തിന്റെ ദർശനം ലഭിച്ചത്. Let us kill the pride, or let us put to death the pride that is operating in our life, and let us allow God to work in our life. നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കുന്ന നിഗളത്തെ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് അവസരം കൊടുക്കാം. Let the God who is enthroned in high and is lifted up, let him give a vision in our life, and that can happen only when we are humble in his presence. നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുമ്പോൾ മാത്രമേ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന യഹോവയാം ദൈവം നമുക്ക് ദർശനത്തെ നൽകുകയുള്ളൂ. Isaiah is saying, I saw the vision only after the death of Uzziah. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഉസിയാവ് മരിച്ച ആണ്ടിൽ ഞാൻ ദർശനം കണ്ടു എന്ന്. That means that we can see the presence of God, we can see the vision of God only after the pride that is in our life is put to death. നമ്മുടെ ജീവിതത്തിലും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിഗളത്തിന് അവസാനം കുറിക്കുമ്പോൾ മാത്രമേ നമുക്കും ദൈവിക ദർശനങ്ങളെ കാണുവാൻ കഴിയുകയുള്ളൂ. Are you ready to put to death every sin, everything, including pride that is not pleasing God today? ദൈവത്തിന് പ്രസാദകരമല്ലാത്ത സകല വിധമായിട്ടുള്ള പാപങ്ങളും നിഗളവും നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയുവാൻ നാം തയ്യാറാണോ? Then God will reveal himself into your life. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. Let us live in the presence of God. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാം. Let's lead a holy life. നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. And let's pray, God, make me humble in your presence. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. I want to pray along with you right now. ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want you to be a person who will see the vision of God. ദൈവത്തിന്റെ ദൈവിക ദർശനങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Father, in the name of Jesus, പിതാവേ, ഞാൻ പുത്രന്റെ നാമത്തിൽ we പ്രാർത്ഥിക്കുന്നു. come in your presence, Lord. ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. Lord, we are people with weaknesses.
ഞങ്ങൾ വളരെയധികം കുറവുകളുള്ള മനുഷ്യരാണ്. Lord, many times pride and sin enter our life. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും നിഗളവും പാപവും കടന്നുകൂടുന്നു. But today, Lord, we come in your presence. എന്നാൽ ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്നു പിതാവേ. Lord, forgive us. ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. Lord, let no curse and isolation come into our life because of the sin and the pride that operates in our life. ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിഗളവും പാപവും കാരണം ഒരു ശാപവും ഒരു ഏകാന്തതയും ഒരു നിരാശയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. But we pray today that you'll wash us with your blood, Lord. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന്. And Lord, use us for your glory, Lord. അവിടുത്തെ മഹിമയ്ക്കായി ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Reveal yourself to us as we humble today. ഞങ്ങൾ താഴ്മയിലായിരിക്കുമ്പോൾ അവിടുന്ന് വെളിപ്പെടുത്തി തരണം. Bless my brothers and sisters. ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. In Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. God has a greater future and a greater destiny for you. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വലിയ നന്മകൾ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. We are praying for you regularly. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. If you have any specific need, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ write to us. ഞങ്ങൾക്ക് എഴുതുക. Or call us on this given number. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. We promise to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തരുന്നു. We love you and God bless you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ.